അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ തുടരുമെന്ന് പറയുന്ന ചിത്രം റിലീസ് ആകുകയാണ്. എല്ലാവരും അതിൻ്റെ ടെൻഷനിലും അതിൻ്റെ ത്രില്ലിലുമായിരിക്കും. നമ്മൾ രാവിലെ തന്നെ ചിത്രം കാണാൻ പോകുന്നുണ്ട്. അപ്പം എല്ലാവരും വേറെ ഒരു കാര്യം രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. കാരണം ഈ ചിത്രം 10 മണിക്കാണ് റിലീസ് ചെയ്യുന്നത്. അത് എല്ലായിടത്തും ഒരുപോലെ 10 മണിക്കാണ്. കൃത്യമായിട്ടുള്ള റിവ്യൂ കിട്ടാൻ വേണ്ടി ഏകദേശം 1 മണി കഴിഞ്ഞുള്ള സമയം, ഒരു 1.5 മണിയെങ്കിലും ആകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിനിടയിൽ തമിഴ്നാട്ടിൽ അവർ ചിത്രം റിലീഫായി, വിദേശ രാജ്യങ്ങളിൽ റിലീഫായി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും റിവ്യൂ ആയിട്ടൊക്കെ വരും. അത് മിക്കവാറും ചിത്രത്തിന് നെഗറ്റീവായിട്ടുള്ള റിവ്യൂ തന്നെ ആയിരിക്കാൻ വരുന്നത്. അപ്പം അതുകൊണ്ട് ആരും അതിനെപ്പറ്റി ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. ചിത്രം കാണാൻ വേണ്ടി തീരുമാനിച്ചൊരു നിശ്ചയമായിട്ടും ചിത്രം തിയേറ്ററിൽ പോയി കാണുക. എനിക്ക് 100% ഉറപ്പുണ്ട്, ഒരു പോസിറ്റീവ് റിവ്യൂ തന്നെയായിരിക്കും എല്ലാവരും കൊടുക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ ചിത്രത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ഇടയിൽ നിന്ന് നെഗറ്റീവ് റിവ്യൂ പലപ്പോഴും ഉണ്ടാകും. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ എടുക്കുക. അതൊക്കെ സർവ്വസാധാരണമായ കാര്യങ്ങളാണ്. ഏതായാലും ഇതൊരു നല്ല ചിത്രം തന്നെ ആയിരിക്കാം എന്ന് ഞാൻ പ്രവചിക്കുകയാണ്. ഞാൻ 100% ഗ്യാരണ്ടിയാണ്. ഇനിയും ചിത്രം വല്ലതും മോശമായി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ പൊങ്കാല ഇടാൻ പറ്റരുത് കേട്ടോ. എന്നാലും 100% എൻ്റെ മനസ്സ് പറയുന്നത് ഇത് നല്ലൊരു ചിത്രമായിരിക്കും എന്ന് തന്നെയാണ്. അപ്പം ബുക്ക് മൈ ഷോയിൽ നമ്മളിപ്പം നോക്കുമ്പം ഏകദേശം 4000-4500 ടിക്കറ്റാണ് ഇപ്പം വിറ്റുമാറിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ചിത്രത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു കുടുംബ ചിത്രത്തെ സംബന്ധിച്ച്, ലാലേട്ടൻ്റെ വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത ചിത്രത്തെ സംബന്ധിച്ച് വലിയൊരു തുക തന്നെയാണ് ഇപ്പം വിറ്റുമാറിക്കൊണ്ടിരിക്കുന്നത്. ടിക്കറ്റാണ് വിറ്റുമാറിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 40,000-50,000 ടിക്കറ്റെങ്കിലും ഇന്നും വിൽക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാത്രി വൈകും തോറും ഹൈപ്പ് കൂടിക്കൂടി വരാൻ ഉള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. രാത്രി വളരെ വൈകി എനിക്ക് തോന്നുന്നു 10,000 ടിക്കറ്റിന് മുകളിൽ വിൽക്കാനും സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നൊരു 3 കോടി റേഞ്ചിലേക്ക് പ്രീസെയിൽ മാറാനും സാധ്യത കാണുന്നുണ്ട്. ഏകദേശം 2.5 കോടിയോടും അടുക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. ഞാൻ രാവിലെ തന്നെ 2 കോടി കടന്നു എന്നുള്ള വാർത്ത കിട്ടിയിരുന്നു. അപ്പോൾ ഏകദേശം പ്രീസെയിൽ ഇനത്തിൽ ഒരു 3 കോടി കേരളത്തിൽ നിന്ന് ടച്ച് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, എമ്പുരാനാണ് ആദ്യമായിട്ട് പ്രീസെയിൽ ഇനത്തിൽ. എമ്പുരാൻ്റെ ലെവലിലൊന്നും ഒരു ചിത്രവും അടുത്ത കാലത്തൊന്നും ഇനി എത്തുമെന്ന് തോന്നുന്നില്ല. ഏതായാലും 2ാം സ്ഥാനവും തുടരും ലാലേട്ടൻ ചിത്രം തന്നെ പിടിച്ചെടുത്ത കാര്യം ഞാൻ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ബഫൂക്ക എന്ന് പറയുന്ന ചിത്രമാണ്. 1,50,00,000 രൂപയായിരുന്നു പ്രീസെയിൽ ഇനത്തിൽ അത് നേടിയത്. 4ാം സ്ഥാനത്ത് ആലപ്പുഴ ജിംഖാന എന്ന ചിത്രമാണ്. 1,40,00,000 രൂപയാണ്. ആ സ്ഥാനത്താണ് തുടരുമെന്ന ലാലേട്ടൻ്റെ ചെറിയൊരു ചിത്രം ബഫൂക്കയെ പോലുള്ള ചിത്രത്തേക്ക് തകർത്ത്, ഏകദേശം ഇരട്ടി തുകയ്ക്ക് തകർത്ത് മുന്നേറുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പം ആരാണ് ബോക്സ് ഓഫീസിലെ കിങ് എന്ന് ഞാനിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അറിയേണ്ടവർക്കല്ല അറിയാം. അപ്പം പിന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള തിയേറ്റർ ചാർട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ലുലു മാൾ, തിരുവനന്തപുരം, കൊച്ചി പ്രദേശങ്ങളിലെല്ലാം തന്നെ ടിക്കറ്റ് ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. അതുപോലെ പിന്നെ തൃശ്ശൂർ രാഗം എന്നെ അതിശയിപ്പിക്കുന്ന ഒരു തിയേറ്ററാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ചിത്രങ്ങൾക്ക് അത് പെട്ടെന്നായിരിക്കും ഇത്. അത് തന്നെ അവിടുത്തെ ഉടമ തന്നെ പറയുന്നുണ്ട്, ഏകദേശം ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് തന്നെ ആ ചിത്രം ആദ്യത്തെ ദിവസത്തെ എല്ലാ ടിക്കറ്റും വിറ്റുപോയി. അതുതന്നെയാണ് ആ ചാർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പിറ്റേന്ന് 26-ആം തീയതി ടിക്കറ്റ് വിറ്റ് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തൃശ്ശൂർ രാഗം അതുപോലെ പ്രമുഖ തിയേറ്ററെല്ലാം തന്നെ ഇപ്പോഴേ ഹൗസ്ഫുള്ളായ ചിത്രമായി മാറി. അപ്പം പോസിറ്റീവ് റിവ്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 5 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നാളെ ഉണ്ടാകാൻ പോകുന്നത്. അതിനു വേണ്ടി കാത്തിരിക്കാം. ഇതിനിടയിൽ തുടരുമെന്ന ചിത്രം കാണാൻ പോകുന്നവരുടെ മുമ്പിലായിട്ട് എനിക്ക് വേറൊരു അപേക്ഷയും ഉണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ സംവിധായകൻ തരുൺ മൂർത്തി പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഹായ്, ഹലോ, നമസ്കാരം. ദിസ് ഇസ് തരുൺ മൂർത്തി, തുടരും മൂവിയുടെ ഡയറക്ടറാണ്. ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡാണ്. സത്യം പറഞ്ഞതിനെ കുറിച്ച് നെർവസ്ഡാണ്, ടെൻസ്ഡാണ്. ബിക്കോസ് ലാൽ സാറിനൊപ്പമുള്ള ഞങ്ങളുടെ ഒരു കൊളാബറേഷൻ ഈ വരുന്ന ഏപ്രിൽ 25-ന് ലോകമെമ്പാടുമുള്ള ടിക്കറ്റിൽ എത്തുന്നതിൻ്റെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പ്രഷറും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇതൊരു കംപ്ലീറ്റ് ടീം വർക്കാണ്. അതിൻ്റെ ആ ടീം എനിക്ക് തരുന്നൊരു കോൺഫിഡൻസും ആ ടീമിൻ്റെ ഒരു ഭയങ്കരമായ സപ്പോർട്ടും ഒക്കെ എനിക്ക്
ഭയങ്കരമായി ഈ സിനിമേനെ പ്രതീക്ഷിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. എം രഞ്ജിത്തിന്റെ രജപുത്ര വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞ ബാനറിന്റെ അണ്ടറിലാണ് ഈ സിനിമ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. യെസ്, കെ ആർ സുനിൽ എന്ന് പറഞ്ഞ റൈറ്റർ, ഷാജികുമാർ എന്ന് പറഞ്ഞ DOP, ഓഫ് കോഴ്സ് ദ മ്യൂസിക്കൽ ജയന്റ് ജെയ്ക്സ് ബിജോയ്, വിഷ്ണു ഗോവിന്ദ്, ഷഫീഖ്, നമ്മൾ നിന്നൊക്കെ വിട്ടുപോയ നിഷാദ് യൂസഫ്, അങ്ങനെ ഒട്ടനവധി പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ ഒരു കൂട്ടായ്മയുണ്ട് എനിക്ക് പിന്നിൽ. ഈ വരുന്ന ഏപ്രിൽ 25-ന് നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ ഈ സിനിമ എത്തുമ്പോൾ വന്ന് കണ്ട് ഞങ്ങളുടെ ഈ ശ്രമത്തെ കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വേർഡ് ഓഫ് മൗത്ത് വഴി, അതിനേക്കാൾ വലിയൊരു ബ്രാൻഡിങ് വേറെ ഇല്ല, നിങ്ങളുടെ വേർഡ് ഓഫ് മൗത്ത് വഴി നമ്മുടെ ലാൽ സാറിന് വേണ്ടി, നമ്മുടെ ശോഭന മാമിന് വേണ്ടി, നമ്മുടെ മലയാള സിനിമയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ താങ്ക് യു. അപ്പം എന്താ പറയുക, തന്മൂർത്തിയുടെ സംസാരം കേൾക്കാനൊരു പ്രത്യേക രസം അല്ലേ, ഒരു ആകർഷണത്വമുണ്ട്. ചിലവർ പറയുന്നത് കേൾക്കാൻ തന്നെ നമ്മളെ അങ്ങോട്ട് ആകർഷിക്കും. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ നല്ല ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകൻ പുതിയൊരു ചിത്രം സംവിധാനം ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലിൽ തന്നെയാണ്. അതുപോലെ ആ ടെൻഷൻ മുഖത്ത് കാണാനുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കൊണ്ട് സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞ ഏത് സംവിധായകൻ്റെ ഒരു സ്വപ്നമാണ്. അത് തന്മൂർത്തി 3ാമത്തെ ചിത്രത്തിലൂടെ സാധിച്ചെടുത്തു. അതിൻ്റെ ഒരു ടെൻഷൻ പുള്ളിയുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 ചിത്രങ്ങൾ സംവിധാനം ചെയ്തെങ്കിലും ഒരു വല്ലാത്തൊരു വൈബാണ്. എല്ലാവരും അറിയുന്നു, എല്ലാവരും എന്നോട് ചോദിക്കുന്നു. 2ാമത്തെ ചിത്രത്തിന് തന്നെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഒരു ഊർജ്ജമാകുന്നു. കാരണം നമ്മൾ കണ്ടവർ പറഞ്ഞ് ഈ ചിത്രം ഒരു വൻ ഹിറ്റാക്കി മാറ്റും എന്ന് അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്. അത് തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ചിത്രം കാണാൻ പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ദൃശ്യം പോലെ ഒരു ചിത്രമായിരിക്കാം മനസ്സിൽ നിൽക്കുന്നത്. കാരണം മോഹൻലാലിൻ്റെ ഒരു കുടുംബ ചിത്രം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിൽ ഓർമ്മയെത്തുന്നത് ദൃശ്യം പോലെ ഒരു ചിത്രമാണ്. പക്ഷേ ആ ചിത്രം കാണാൻ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ദൃശ്യമല്ല, ഇത് തുടരും എന്ന് പറയുന്ന ചിത്രമാണ്. ദൃശ്യം പോലെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ദൃശ്യത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമാണെങ്കിൽ നമുക്ക് വലിയ ഹാപ്പി ആയിരിക്കും. പക്ഷേ ദൃശ്യം വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ദൃശ്യം പോലെ ഒരു സിനിമ മലയാള സിനിമയിൽ അപൂർവമായ ഒരു ചിത്രമായിരിക്കും ദൃശ്യം. അപ്പം അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അത് ദൃശ്യം പോലെ വന്നില്ലല്ലോ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിനും ആ ചിത്രത്തിൻ്റെ ആസ്വാദനത്തെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് 2 ചിത്രമാണെന്നുള്ള രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. നമ്മൾ മിക്കവാറും ഒന്നിനോട് തുലനം ചെയ്ത് സംസാരിക്കും. കാരണം ഈ 2 ഭാഗങ്ങളും മിക്കതും പരാജയപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ആദ്യ ഭാഗവുമായിട്ട് തുലനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ആ 2 ഭാഗങ്ങൾ, മിക്കവാറും ചിത്രങ്ങളിലെ 2 ഭാഗങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദൃശ്യം പോലെയുള്ളൊരു ചിത്രമല്ല, ദൃശ്യത്തേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രം തന്നെ കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോൾ എല്ലാവരും ചിത്രം പോയി കാണുക. പിന്നീട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർക്കുക. ഫേക്ക് ID നിന്നും ഈ ചിത്രം പൊട്ടി, ചിലപ്പോൾ ഇന്ന് രാത്രി മുതൽ ചിത്രം തുടങ്ങുന്നതിന് മുമ്പ് ഈ ചിത്രം പൊട്ടി എന്ന് പറയാം, ഇന്നടുത്ത് റിലീസായി എന്നൊക്കെ പലരും പറയാം. ആദ്യത്തെ റിവ്യൂ എന്ന് പറഞ്ഞില്ല, അങ്ങനെയൊക്കെ പലതും സംഭവിക്കാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടണമെങ്കിൽ 1 മണി 2 മണിയെങ്കിലും ആകും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭരാത്രി നേടുന്നു. അപ്പോൾ നാളെ ചിത്രം കണ്ടതിന് ശേഷം രാവിലെ പറ്റുവാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. 10 മണിക്കല്ലേ ചിത്രം തുടങ്ങുന്നത്. രാവിലെ പറ്റുമെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ വീഡിയോ ചെയ്യാം. ഞാൻ രാവിലെ തന്നെ തിയേറ്ററിൽ പോകും, ചിത്രം കാണും, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം റിവ്യൂ ചെയ്യാം. ഓക്കെ ബായ്. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ ഓക്കെ ബായ്.